വിജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ മിടുക്കനും തോൽക്കുമ്പോൾ മെഷീൻ കള്ളനുമാകുന്ന വിചിത്രമായ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്കിതാ ഒരു ചുട്ട മറുപടി വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകൾ ഒന്നൊന്നായി തോറ്റു തുന്നം പാടുമ്പോൾ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന് പകരം വോട്ട് മോഷ്ടിച്ചു എന്ന കവലകൾ തോറും പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ജനങ്ങളുടെ മറുപടിയാണ് ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ. വെറും റിസൾട്ട് അല്ല ഇത്. 2026 ജനുവരിയിലെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണിത്. സംഭവം മറ്റൊന്നുമല്ല, ഇന്ത്യ ടുഡേയും സി വോട്ടറും കൂടി പുറത്തുവിട്ട മൂഡ് ഓഫ് ദി നേഷൻ സർവേ ആണ്. 2024 BJP 240 തട്ടി നിന്നപ്പോൾ മോദി യുഗം തീർന്നു എന്ന് പറഞ്ഞ് ലഡു വിതരണം ചെയ്തവർ ഈ കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. മോദി അജയ്യനായി തുടരുമ്പോൾ പ്രതിപക്ഷം കിതച്ചു വീഴുന്ന കാഴ്ചയാണിത്. സർവേയിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്നോ? 2024 സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഭരണം പിടിച്ച BJP ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നാൽ ഒറ്റയ്ക്ക് 287 സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് ഭാരതം പറയുന്നത്. അതായത് 272 എന്ന മാന്ത്രിക സഖ്യം മോദി ഒറ്റയ്ക്ക് മറികടക്കും. NDA സഖ്യമാകട്ടെ 352 സീറ്റുകളുമായി പടയോട്ടം തുടരുകയാണ്. BJP ഇല്ലാതാകുമെന്ന് പ്രവചിച്ചവർക്ക് ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണിത്. എന്താണ് ഈ സർവേയിൽ പറയുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ന് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ, അതെ, ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോയാൽ NDA സഖ്യം നേടുക 352 സീറ്റുകളാണ്. കേൾക്കുമ്പോൾ തന്നെ നടുങ്ങുന്ന ഈ അക്കം പ്രതിപക്ഷത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. നോക്കൂ, 2024 നമ്മൾ കണ്ടത് BJP 240 സീറ്റുകളിൽ ഒടുങ്ങുന്നതാണ്. അന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും താങ്ങായി നിൽക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജനങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. ഈ തിരഞ്ഞെടുപ്പ് നടന്നാൽ സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJP ഒറ്റയ്ക്ക് നേടും. 287 സീറ്റുകൾ സ്വന്തമാക്കി BJP കരുത്ത് കാണിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് ഇന്ത്യയുടെ ഓരോ ഗ്രാമത്തിലും എത്ര ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോഴും മോദിയെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ശക്തമായ നട്ടലുള്ള നേതൃത്വം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നൽകിയ ചുട്ട മറുപടി ഇവിടുത്തെ ഓരോ പൗരന്റെയും നെഞ്ചിൽ അഭിമാനമായി ഇന്നും നിലനിൽക്കുകയാണ്. ലോകശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇന്ത്യയുടെ മുഖമാണ് ഇന്ന് മോദി. US പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിച്ച മോദിയുടെ കരുത്തിനെ 57% പേരും കൈയടിച്ച് അംഗീകരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ഇന്ത്യ സഖ്യവും ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? വോട്ടെണ്ണി കഴിയുമ്പോൾ, തോൽവി ഉറപ്പാക്കുമ്പോൾ രാഹുൽ ഗാന്ധി പാടി നടക്കുന്ന ഒരു പാട്ടുണ്ട്. വോട്ട് മോഷ്ടിച്ചു. രാഹുൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഡൽഹിയിലും ജനങ്ങൾ നിങ്ങളെ തൂത്തെറിഞ്ഞപ്പോൾ താങ്കൾ വോട്ടിംഗ് മെഷീനെയും ഇലക്ഷൻ കമ്മീഷനെയും പഴി പറഞ്ഞു. വോട്ട് ചോരി എന്ന നിങ്ങളുടെ പല്ലവി കേട്ട് രാജ്യം ചിരിക്കുകയാണ്. വോട്ട് മോഷ്ടിക്കപ്പെട്ടതല്ല രാഹുൽ, ജനങ്ങൾ താങ്കളെയും താങ്കളുടെ ലക്ഷ്യമില്ലാത്ത സഖ്യത്തെയും പാടെ തള്ളിക്കളഞ്ഞതാണ്. ആ സത്യം ഈ സർവേയിലെ കണക്കുകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. 182 സീറ്റുകളിലേക്ക് നിങ്ങളുടെ സഖ്യം കൂപ്പുകുത്തുമ്പോൾ കോൺഗ്രസ് വെറും 80 സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് പറയുമ്പോൾ വോട്ടിംഗ് മെഷീനല്ല, താങ്കളുടെ രാഷ്ട്രീയ ബുദ്ധിയാണ് കേടായതെന്ന് ജനം അടിവരയിടുകയാണ്. കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം 25% ഉയരുമെന്ന പ്രവചനം ഇടതും വലതും മുന്നണികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കുന്നത്. ബംഗാളിലെ മണ്ണിലും മോദി തരംഗം ആനടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ മോദിയുടെ വിജയരത്നത്തിന് മുന്നിൽ കിതച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഒരു വശത്ത് വ്യക്തമായ കാഴ്ചപ്പാടുള്ള നേതൃത്വം, മറുവശത്ത് ലക്ഷ്യമില്ലാത്ത സഖ്യങ്ങൾ. BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം മറികടക്കുമെന്ന് ജനം പറയുമ്പോൾ അതൊരു വ്യക്തിയോടുള്ള വിശ്വാസമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ഭാവിയോടുള്ള പ്രതീക്ഷ തന്നെയാണ്. വികസനത്തിന്റെ, സുരക്ഷയുടെ, സ്ഥിരതയുടെ ആ പേരാണ് നരേന്ദ്രമോദി. ഈ സർവേ ഫലങ്ങൾ പ്രതിപക്ഷത്തിന് ഒരു താക്കീതാണ്. നിങ്ങൾ ജനങ്ങളെ പരിഹസിച്ചാൽ ജനം നിങ്ങളെ അധികാരത്തിൽ നിന്നും അകറ്റും. BJPയുടെ വിജയരത്നം കുതിക്കുന്നതും പ്രതിപക്ഷം കിതയ്ക്കുന്നതുമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കണക്കുകൾക്കപ്പുറം ഈ സർവേയിൽ മറഞ്ഞിരിക്കുന്ന ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുണ്ട്. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം വെറും സീറ്റുകളുടെ എണ്ണം മാത്രമല്ല, ജനങ്ങൾ നരേന്ദ്രമോദിയെ എങ്ങനെ കാണുന്നു എന്നതാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനായ നേതാവ് ആരെന്ന ചോദ്യത്തിന് 55% പേരും ഇന്ന് കൈയടിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. 2024 ഇത് 49% എന്ന് ഓർക്കണം. അതായത് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞു നടന്നത് വെറും പാഴായിപ്പോയി. മോദിയുടെ ജനപ്രീതി ഗ്രാഫ് മുകളിലേക്കാണ് കുതിക്കുന്നത്.
രണ്ടാമതായി, പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ദുർബലമായ കണ്ണി ഏതാണെന്ന ചോദ്യത്തിന് സർവേ നൽകുന്ന ഉത്തരം കോൺഗ്രസ് എന്നാണ്. ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. സർവേയിൽ പങ്കെടുത്ത 62% പേരും വിശ്വസിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ താഴേക്ക് വലിക്കുന്നത് കോൺഗ്രസിന്റെ പിടിപ്പുകേടാണെന്നാണ്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി 44% പേർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും BJPയെ നേരിടാൻ കോൺഗ്രസ് ഇനിയും പ്രാപ്തമായിട്ടില്ലെന്നാണ് സാധാരണക്കാരന്റെ പക്ഷം. ഇനി മറ്റൊരു കാര്യം സാമ്പത്തിക കാര്യങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. വിലക്കയറ്റത്തെയും തൊഴിലില്ലായ്മയും കുറിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിലും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനേക്കാൾ നന്നായി സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നത് മോദിയാണ്. അതായത് കണക്കുകൾ പറഞ്ഞ് മോദിയെ വീഴ്ത്താമെന്ന് കരുതിയവർക്ക് ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റിയില്ല. അടുത്തതായി, സൗജന്യ വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന് കരുതിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സർവേ ഒരു വലിയ താക്കീതാണ്. രാജ്യത്തെ 50% ജനങ്ങളും ഇത്തരം സൗജന്യ രാഷ്ട്രീയത്തിന് എതിരാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന ആനുകൂല്യങ്ങളെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാഷ്ട്രീയ സ്ഥിരതയ്ക്കുമാണ് മോദി മുൻഗണന നൽകിയത്. രാമക്ഷേത്രമോ ആർട്ടിക്കിൾ 370 ഒന്നുമല്ല, മറിച്ച് രാജ്യം ഇന്ന് അനുഭവിക്കുന്ന രാഷ്ട്രീയ സ്ഥിരതയാണ് മോദിയുടെ ഏറ്റവും വലിയ നേട്ടം. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള സൈനിക നീക്കവും ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങാത്ത വിദേശ നയവുമെല്ലാം മോദിയുടെ പ്രതിച്ഛായയ്ക്ക് മാറ്റുകൂട്ടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മോദിയുടെ കരുത്ത് വെറും സീറ്റുകളിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസത്തിലാണ്. പ്രതിപക്ഷം വോട്ടിംഗ് മെഷീനെയും വോട്ട് ചോരിയെയും പഴി പറയുമ്പോൾ BJP ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനം നാം കാണാൻ പോവുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലും ബംഗാളിലും ഈ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ വളരെ വലുതാണ്. BJP ഒറ്റയ്ക്ക് 287 സീറ്റുകൾ നേടി ഭൂരിപക്ഷം മറികടക്കുമെന്ന് സർവേ പറയുമ്പോൾ കോൺഗ്രസിന്റെ വീഴ്ച പൂർണ്ണമാവുകയാണ്. കേരളത്തിൽ പോലും BJPയുടെ വോട്ട് വിഹിതം 25% കുതിക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധിക്കുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ്. തന്റെ സ്വന്തം കോട്ടയായിരുന്ന വയനാട്ടിൽ പോലും രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. സ്വന്തം മണ്ഡലവും സ്വന്തം പാർട്ടിയും നോക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് രാജ്യത്തെ നയിക്കുക എന്നാണ് ജനം ചോദിക്കുന്നത്. രാഹുൽജി തിരഞ്ഞെടുപ്പുകളിൽ തോൽക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ പതിവ് പരിപാടി എന്നാണ് താങ്കൾ നിർത്തുക? ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ജനം കോൺഗ്രസിനെ തൂത്തെറിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞത് വോട്ട് മോഷ്ടിച്ചു എന്നാണ്. സർവേയിൽ പങ്കെടുത്ത 57% പേരും പറയുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സുതാര്യമാണെന്നാണ്. എന്നാൽ താങ്കൾ ഇപ്പോഴും ആ പഴയ ആറ്റം ബോംബ് കഥകളുമായി നടക്കുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് അപ്രതീക്ഷിതമായി തകർന്നടിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ 25 ലക്ഷം വോട്ടുകൾ ആരോ മോഷ്ടിച്ചു എന്ന്. മഹാരാഷ്ട്രയിലും ബീഹാറിലും ജനം കോൺഗ്രസിനെ കൈവിട്ടപ്പോഴും അദ്ദേഹം ഇതേ പല്ലവി ആവർത്തിച്ചു. ഒരു ഘട്ടത്തിൽ ബ്രസീലിയൻ മോഡലിന്റെ പടം വോട്ടർ പട്ടികയിൽ വന്നു എന്ന് വരെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ തെളിവായി അവതരിപ്പിച്ചു. എന്നാൽ രാഹുൽ, ഭാരതത്തിലെ ജനങ്ങൾ താങ്കൾ കരുതുന്നത് പോലെ മണ്ടന്മാരല്ല. വിദേശ മണ്ണിൽ പോയി രാജ്യത്തെ അധിക്ഷേപിക്കുന്നതും തോൽക്കുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംശയിക്കുന്നതും താങ്കൾക്കൊരു ഹോബിയായി മാറിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ അക്കമിട്ട് മറുപടി നൽകിയിട്ടും വോട്ടിംഗ് മെഷീൻ കൃത്യമാണെന്ന് കോടതികൾ വിധിച്ചിട്ടും താങ്കൾക്ക് വിശ്വാസമാവുന്നില്ല. വോട്ട് മോഷ്ടിക്കപ്പെട്ടതല്ല രാഹുൽജി, നിങ്ങളുടെ ലക്ഷ്യമില്ലാത്ത രാഷ്ട്രീയത്തെ ജനങ്ങൾ കൈവിട്ടതാണ്. താങ്കളുടെ വോട്ട് ചോരി ക്യാമ്പയിൻ ജനങ്ങൾ എത്രമാത്രം പുച്ഛിച്ചു തള്ളുന്നു എന്ന് ഈ 80 സീറ്റുകൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മറ്റ് ചില യാഥാർത്ഥ്യങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നൊരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു ഫുൾ ടൈം ബ്ലോഗറായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരന്റെ കൂടെ ഭക്ഷണം കഴിച്ചും പണിശാലയിൽ പോയി ഫോട്ടോ എടുത്തും വോട്ട് പിടിക്കാമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ജനം നോക്കുന്നത് താങ്കൾ എത്ര ഫോട്ടോ എടുത്തു എന്നല്ല, മറിച്ച് രാജ്യത്തിന് വേണ്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഭാരതയാത്ര നടത്തുന്ന രാഹുലിന് മുന്നിൽ BJP എന്ന പാർട്ടി ഒരു വമ്പൻ കോട്ട പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി അവധി ആഘോഷിക്കാൻ വിദേശത്ത് പോകുമ്പോൾ BJPയുടെ ബൂത്ത് ലെവൽ പ്രവർത്തകർ ഓരോ വീടുകളിലും സർക്കാർ പദ്ധതികൾ എത്തിക്കുന്ന തിരക്കിലായിരിക്കും. ഈ സംഘടനാ കരുത്തിന് മുന്നിലാണ് രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് രാഷ്ട്രീയം തകർന്നടിയുന്നത്. ഭാരതം ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ്. പഹൽഗാം ആക്രമണത്തിന് സൈന്യം നൽകിയ മറുപടിയും ആഗോള വിപണിയിൽ ഇന്ത്യയെ ഒരു കരുത്തനാക്കി മാറ്റിയ മോദി സർക്കാരിന്റെ നയങ്ങളുമാണ് ഈ സർവേയിലെ 352 സീറ്റുകൾക്ക് പിന്നിലെ രഹസ്യം. രാഹുൽ ഗാന്ധി ഇനിയും വോട്ട് ചോർണമെന്ന പരാതിയുമായി കോടതിയിൽ കയറിയിറങ്ങാം. ഇനിയും വിദേശത്ത് പോയി രാജ്യത്തെ നാണം കെടുത്താം. പക്ഷെ ഒന്നോർക്കുക, ഇവിടെ ഒരു ഭരണാധികാരിയുണ്ട്.
അഴിമതിയുടെ കറപുരളാത്ത, നട്ടെല്ല് വളയ്ക്കാത്ത, സ്വന്തം രാജ്യത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ വിജയരഥത്തിന് മുന്നിൽ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ സഖ്യത്തിന്റേത്. 400 കടന്നെങ്കിലും മോദി അജയൻ തന്നെയാണ്. BJPയുടെ ഈ പടയോട്ടം തടയാൻ ഇന്നത്തെ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ കഴിയില്ലെന്ന് ജനം ഉറക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.